പ്രതിപക്ഷ പാർട്ടിയിലെ എംപിമാർ പ്രധാനമന്ത്രി മോദിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചതിനെതിരെ വ്യാപക വിമർശനമുയർന്നിരുന്നു. അന്ന് പക്ഷേ പ്രതിപക്ഷ മര്യാദയായി പലരും അതിനെ വ്യാഖ്യാനിക്കുകയും ന്യായീകരിക്കുകയും ഒക്കെ ചെയ്തതാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്ഷണിച്ചാൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് തെറ്റില്ലെന്ന് പറഞ്ഞാണ് അന്ന് വിരുന്നിൽ പങ്കെടുത്തവർ കൈ കഴുകിയത്. കേരളത്തിൽ നിന്ന് NK പ്രേമചന്ദ്രൻ MP-യും അന്ന് മോദിക്കൊപ്പം വിരുന്നിൽ പങ്കെടുത്തതാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം മോദിക്കൊപ്പം ഉച്ചഭക്ഷണം പങ്കിട്ട പ്രതിപക്ഷ MP-മാരിൽ ഒരാൾ BJP-യിലേക്ക് ചുവടുമാറിയിരിക്കുകയാണ് എന്നതാണ്. UP-യിൽ നിന്നുള്ള BSP MP-യാണ് ഇനി താൻ BJP-ക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ച് പാർട്ടി വിട്ടത്. BSP നേതാവ് മായാവതിക്ക് ഒരു അനുരഞ്ജന ചർച്ചയ്ക്കുള്ള സമയം പോലും നൽകാതെയാണ് MP പാർട്ടി വിടുമെന്ന് പ്രഖ്യാപിച്ചത്. കൊല്ലം MP NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ കൂടെ മോദിയുടെ വിരുന്നിൽ പങ്കെടുത്ത ഉത്തർപ്രദേശിൽ നിന്നുള്ള BSP MP ഹൃദേശ് പാണ്ഡെയാണ് BJP-യിൽ അംഗത്വം സ്വീകരിച്ചത്. മായാവതി പോലും തിരിച്ചറിയുന്നതിന് മുൻപ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് BSP MP കാര്യം അറിയിക്കുന്നത്. മത്സരിച്ച് ജയിച്ച സീറ്റിൽ വീണ്ടും ഒരംഗത്തിനു കൂടി ബാല്യമുണ്ടെന്ന് പാണ്ഡെ പാർട്ടി നേതാക്കളെ അറിയിക്കുകയാണ്. എന്നാൽ മറ്റൊരു നേതാവിനെ ഈ മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിക്കാനായിരുന്നു BSP ലക്ഷ്യമിട്ടത്. തനിക്ക് സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പിച്ചതോടെ പാണ്ഡെ മറ്റൊന്നും ചിന്തിക്കാതെ BJP-ക്ക് കൈ കൊടുക്കുകയായിരുന്നു. BSP-യിൽ അമർഷം പുകയുന്നത് കണ്ട് BJP നേതാക്കൾ നടത്തിയ ഓപ്പറേഷൻ താമരയിൽ ഈ നേതാവും കുടുങ്ങുകയായിരുന്നു. സിറ്റിംഗ് സീറ്റിന് വേണ്ടി അവിടെ കിടന്ന് നിലവിളിക്കാതെ BJP-ക്കൊപ്പം ചേരൂ എന്നാണ് നേതാക്കൾ പാണ്ഡെയെ അറിയിച്ചത്. സിറ്റിംഗ് സീറ്റിൽ നിന്ന് പാണ്ഡെയെ തന്നെ മത്സരിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തോടെ പിന്നെ മറ്റൊരു ചർച്ചയ്ക്കും നിൽക്കാതെ പാണ്ഡെ BJP-ക്ക് പിന്നാലെ കൂടുകയായിരുന്നു. മായാവതി അനുനയ ചർച്ചയ്ക്കായി പതിയെ ഉണർന്നെങ്കിലും അപ്പോഴേക്കും ഡൽഹിയിലെ BJP ആസ്ഥാനത്തെത്തി പാണ്ഡെ പാർട്ടി അംഗത്വവും എടുത്തു. 42-കാരനായ അദ്ദേഹം ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗറിൽ നിന്നുള്ള MP-യാണ്. പാണ്ഡെയുടെ പിതാവ് ഉത്തർപ്രദേശ് നിയമസഭയിലെ സമാജ്വാദി പാർട്ടി MLA ആണ്. പാണ്ഡെ രാജി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ MP-യുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി BSP അധ്യക്ഷ മായാവതി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. BR അംബേദ്കറുടെ ദൗത്യത്തിനായി സമർപ്പിക്കപ്പെട്ട പ്രസ്ഥാനമാണ് BSP എന്നാണ് മായാവതി പറഞ്ഞത്. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും പ്രവർത്തനവും സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പും മറ്റ് മുതലാളിത്ത പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും MP-മാർ തങ്ങളുടെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചോയെന്നും സ്വയം പരിശോധിക്കണമെന്നുമാണ് മായാവതി പാണ്ഡെയെ ഉന്നം വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയത്.